അപ്പോൾ ഈസ അലൈഹിസ്സലാം 7 കാര്യങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ വന്നു എന്നാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത് ഉദ്ധരിച്ചത് കേരള ജനതയ്ക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനാണെന്ന് പറഞ്ഞ് മരിച്ചുപോയ മഹാന്മാരെ വിളിക്കാനുള്ള തെളിവായിക്കൊണ്ടാണ് നിങ്ങൾ അത് ഉദ്ധരിച്ചത്. തീർച്ചയായും ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ ഇതിന് മറുപടി ഏതിന്? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ മറുപടിയെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രതികരണം ഞാൻ ചോദിക്കണം. അപ്പൊ മറുപടി ശരിയായോ? എങ്ങനെ? ഞാൻ പറഞ്ഞ ഈ മറുപടിക്ക് താങ്കളുടെ പ്രതികരണമാണ് കിട്ടേണ്ടത്. അതെ, തീർച്ചയായിട്ടും. ഈ ഈസാ നബി അലൈഹിസ്സലാം വന്ന് പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് വിളിക്കുന്ന വിളിക്ക് ആ ഈസാ നബി അത് വരുന്നത് തന്നെ 7 പ്രവൃത്തികൾ വന്ന് ഈസാ നബി വിളിക്കുമ്പോൾ ഖബറിൽ വഫാത്തായി കിടക്കുന്ന കാലങ്ങളോളം വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരം കൊടുക്കുന്നുണ്ടോ ഇല്ലേ? തീർച്ചയായും ഉത്തരം കൊടുക്കും എന്ന് തന്നെ. അൽഹംദുലില്ലാഹ്. മുജാഹിദേ, നിന്റെ പ്രാർത്ഥനയുടെ നിർവചനം പൊളിഞ്ഞില്ലേ? എന്തായിരുന്നു സംവാദത്തിന്റെ വിഷയം? എന്തേ പഠിക്കാതെ പോയത്? മുജാഹിദുകളുടെ പ്രാർത്ഥനയുടെ നിർവചനം തെറ്റാണെന്ന് പഠിപ്പിക്കലായിരുന്നു കുന്നത്തേരി സംവാദത്തിന്റെ ലക്ഷ്യം. എന്തേ പഠിക്കാതെ പോയത്? പ്രാർത്ഥനയുടെ നിർവചനം ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് അതിന്റെ പ്രതികരണം ഒന്ന് പറയേ. അൽഹംദുലില്ലാഹ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ വരണം, ചോദിക്കണം, പഠിക്കണം. ലോകത്ത് ഒരാളും പറയാത്ത ഒരു പുതിയ നിർവചനം പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വെച്ച് പുലർത്തി. എന്തായിരുന്നു ആ നിർവചനം? മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടി, ശ്രദ്ധിച്ചോ, മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തിലുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഖബറിൽ വഫാത്തായി കിടക്കുന്ന മൂടുകല്ല് വെച്ച് മൂടി ഉള്ള ക്യാപ്പും അടച്ച് അങ്ങനെ മണ്ണിട്ട് മൂടിയിട്ട് മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗമല്ലേ പുറത്തു നിന്ന് വിളിക്കുന്നത്? ആ വിളി കേട്ട് അതിന് ഉത്തരം ചെയ്യുക എന്നത് അത് ഗുണം പ്രതീക്ഷിക്കലല്ലേ? ആ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യ കഴിവിനപ്പുറമുള്ള ഒരു അപേക്ഷ അല്ലേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്നത്? നിങ്ങളുടെ നിർവചന പ്രകാരം ഈസാ നബി ചെയ്യുന്നത് ശിർക്കാകണമല്ലോ. കാരണം നിങ്ങളുടെ നിർവചനം എന്താണ്? മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടി ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അപേക്ഷയ്ക്ക് പ്രാർത്ഥന എന്ന് പറയുന്നു. അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. എങ്കിൽ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, കാലങ്ങൾക്ക് മുമ്പ് വഫാത്തായി കിടക്കുന്ന നബി തങ്ങളോട് ഖബറിന്റെ പുറത്ത് നിന്ന് വിളിക്കുന്ന വിളി മനുഷ്യ കഴിവിന് അതീതമാണോ വിധേയമാണോ? നിങ്ങൾ പറയുമോ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു? എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്ന വിളി തങ്ങൾ കേട്ട് അതിന് മറുപടി തരുന്നത് മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടി ഗുണം പ്രതീക്ഷിക്കലല്ലേ? ആ അപേക്ഷ നിങ്ങളുടെ വീക്ഷണത്തിൽ പ്രാർത്ഥനയല്ലേ? അത് ഈസാ നബി റസൂലുള്ളാഹിനോട് നടത്തുമ്പോൾ നിങ്ങളുടെ നിർവചന പ്രകാരം ഈസാ നബി ചെയ്തത് ശിർക്കും, അവിടുന്ന് അതിന്റെ പേരിൽ മുശ്രിക്കുമാകണ്ടേ? ഇത് പഠിപ്പിച്ച റസൂലുള്ള ശിർക്കിന്റെ പ്രചാരകരാകണ്ടേ? ഇത് റിപ്പോർട്ട് ചെയ്ത അബൂ യഅല തന്റെ മുസ്നദിൽ പറയുമ്പോൾ അവിടുന്ന് ശിർക്കിന്റെ പ്രചാരകനാകണ്ടയോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ അൽ മതാലിബുൽ ആലിയയിൽ രേഖപ്പെടുത്തുമ്പോൾ അവിടുന്ന് ശിർക്കിന്റെ പ്രചാരകനാകണ്ടയോ? ഇതായിരുന്നു ഞങ്ങൾ ചോദിച്ചിരുന്നത്. എന്തേ കുന്നത്തേരി സംവാദത്തിന്റെ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോയത്? മുജാഹിദുകൾക്ക് പ്രാർത്ഥനയുടെ നിർവചനത്തിൽ അബദ്ധം സംഭവിച്ചു. സുന്നികൾ ഇല്ല, മുജാഹിദുകൾ. ഇതായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളുടെ 3-ാം ക്ലാസ്സിലെ പുസ്തകവും 4-ാം ക്ലാസ്സിലെ പുസ്തകവും നമ്മൾ ഉദ്ധരിച്ച് നിർവചനം എന്തെന്ന് കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് അത് തെറ്റിയിട്ടുണ്ട്, കാരണം റസൂലുള്ളാഹിന്റെ ഹദീസിന് ഘടകവിരുദ്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? കൊടുക്കുമേ. ഇവിടെ പ്രവാചകന്മാരെ നിന്ദിക്കുന്ന തരത്തിലുള്ള വർത്തമാനം പറഞ്ഞത് നിങ്ങളാണ്. ഈസാ നബി അലൈഹിസ്സലാമയുടെ അള്ളാഹു കൊടുത്ത മോജിസത്ത് തിരിച്ചു തള്ളിയതുകൊണ്ട് കാര്യമില്ല. ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു കൊടുത്ത മോജിസത്തിന്റെ ഭാഗമായി ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വന്ന്
ചെയ്യും എന്ന് പറഞ്ഞ പ്രവൃത്തികൾ അതെല്ലാം നിങ്ങൾക്കും ബാധകമാവണ്ടേ? അങ്ങനെയാണെങ്കിൽ ചെയ്യാമല്ലോ. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്? അതെല്ലാം ചെയ്തതിന് ശേഷമാണല്ലോ എന്നാലും അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പൊ ശിർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഒരാറ് കാര്യം മുമ്പിൽ ചെയ്യണം. എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒന്ന്, പന്നിയെ കൊല്ലണം. എന്നാ ശിർക്ക് ചെയ്യാൻ പറ്റുമോ? കുരിശ് തകർത്തതിന് ശേഷം ശിർക്ക് ചെയ്യാൻ പറ്റുമോ? മൗലവി കൊടുക്കേ ഇത് ശിർക്കാണോ അല്ലേ? ഈസാ നബി ചെയ്തത് ശിർക്കാണോ അല്ലേ? അതുകൊണ്ട് പറയും. തീർച്ചയായിട്ടും ഈസാ നബി അലൈഹിസ്സലാം അവിടെ വന്ന് പറയുമ്പോൾ മറുപടി കിട്ടും എന്ന് പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു മോജിസത്ത് മുൻകൂട്ടി പറയട്ടെ. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് കൊടുത്ത മോജിസത്തിന്റെ ഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലേക്കൂട്ടി പറഞ്ഞ ഒരു കാര്യം അവിടെ നടക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും നമുക്ക്. എന്താ പറയുന്നത്? മോജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്ക് പറ്റുമോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മോജിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മോജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്ക് ചെയ്യാൻ പറ്റുമോ? ഈ പ്രവണതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? വഫാത്തായ നബി തങ്ങളെ ബഹുമാനപ്പെട്ട ഈസാ നബി വിളിക്കുന്നു. ആ വിളി റസൂലുള്ള കേട്ട് ഉത്തരം കൊടുക്കുന്നു. നിങ്ങളുടെ നിർവചന പ്രകാരം ഇത് ശിർക്കാകണമല്ലോ. എങ്കിൽ ഈസാ നബി മുശ്രിക്കാണോ? ചെയ്യുന്നത് ശിർക്കാണോ? റസൂലുള്ള ശിർക്കിന്റെ പ്രചാരകനാണോ? പറയും. ഇവിടെ കൃത്യമായി നമ്മൾ പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം വന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതായത് കേരളത്തിൽ നിന്ന് നിങ്ങൾ ഹജ്ജിനായി ആളുകളെ കൊണ്ടുപോകണ്ടല്ലോ, അവർക്കെല്ലാം അവിടെ ചെന്ന് ഇതേപോലെ പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ ചെല്ലുന്നവര് അവര് വിഷയം മാറ്റുകയല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാൻ, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായി നിങ്ങൾ കൊണ്ടുവന്ന ഹദീസ്, ആ ഹദീസ് വെച്ച് കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോവുകയും അത് റൗള ശരീഫ് സന്ദർശിക്കുകയും ചെയ്യുന്ന ആളുകൾ യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും മറുപടി കിട്ടുന്ന. എത്ര പേർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും മറുപടി? ഇയാളിപ്പോ ചെയ്ത പണി കണ്ടങ്ങള്. കുന്നത്തേരി സംവാദത്തിൽ നമ്മൾ ഉദ്ധരിച്ച ഹദീസ് തീർത്തെന്നോട് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനത് വിശദീകരിച്ച് പ്രാർത്ഥനയുടെ നിർവചനം ഈ ഹദീസ് അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞ നിർവചനം തെറ്റാണ് എന്നും ഞാൻ പറഞ്ഞു. അതിനെ പറ്റിയിട്ട് അയാളുടെ ഒരൊറ്റ പ്രതികരണം ഇല്ലാതെ ഇപ്പൊ ഹജ്ജിന് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇപ്പത്തെ ചർച്ച. അപ്പോഴേക്ക് ആള് മദീനത്തെത്തി, ചർച്ച ഇവിടെ നടക്കുക. അതിനെ പറ്റി ഇങ്ങ് പറയും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിർവചനം ഇതുകൊണ്ട് പൊളിയുന്നുണ്ടോ ഇല്ലേ? അല്ലെങ്കിൽ ഈ നിർവചനത്തിൽ നിന്ന് ഈ ഒരു സംഭവം ഒഴിവാണോ അല്ലേ? ഇത് ശിർക്കാണോ അല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? ആണെങ്കിൽ എന്തുകൊണ്ട്? അതിങ്ങ് പറയേ, എന്നിട്ട് പോകാം മദീനത്തേക്ക്. സമയമുണ്ടല്ലോ. ഇവിടെ നിങ്ങള് ഒരു ഹദീസ് ഉദ്ധരിച്ചത് തെളിവാക്കാൻ. ഞാൻ ഹദീസ് തുടക്കം മുതൽ ഉദ്ധരിച്ചില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ 7 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. ഒരു മിനിറ്റ്. ആ 7 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ശിർക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ ഷിർക്കാണ് ചെയ്യുന്നതോ തൗഹീദാണോ വരുന്നത് എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് പോരാ. അവിടെ അത് സമ്മതിക്കാൻ കഴിയൂല. അത് നിങ്ങളെ നിർവചന പ്രകാരം ഇത് എന്താകണം? ഷിർക്കാകണം. എങ്കിൽ നിങ്ങളുടെ നിർവചന പ്രകാരം ഇത് ഷിർക്കാകുമ്പോ ഈസാ നബി മുശ്രിക്കാണോ അല്ലേ? റസൂലുള്ള ഷിർക്കിന്റെ പ്രചാരകനാണോ അല്ലേ? ഇതിന് രണ്ടാലൊരു മറുപടി കണ്ട് കേൾക്കട്ടെ, ബാക്കി പിന്നെ പറയാം. പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ഈസാ നബി അലൈഹിസ്സലാം അവിടെ റഫീഖാസിനി എന്ന് യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ലൗജീബന്നഹു മറുപടി കിട്ടോ ഇല്ലേ എന്നാണ് ആ ഹദീസ് വെച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. അത് ശരി. അപ്പൊ നിങ്ങളെ നിർവചനം ബന്ധമായിട്ടില്ല. നിർവചനത്തെ സംബന്ധിച്ച് എന്ത് പറയുന്നു? നിർവചനം പറയാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന സംവാദങ്ങൾ കലക്കി വിജയിച്ചു എന്ന് പറഞ്ഞു വന്നു നിന്നിട്ട് ഇവിടെ നിന്ന് സാധാരണക്കാരനായ ഒരാളോട് ഒരു പ്രാർത്ഥനയുടെ നിർവചനം അത് കൃത്യമായി ജനങ്ങൾക്ക് പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് അത് എത്തുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ചോദിക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ ചോദിച്ചതിന് മറുപടി
നിങ്ങളുടെ നിർവചന പ്രകാരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനു സമീപം വന്ന് യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കുകയും ആ വിളി കേട്ട് റസൂലുള്ളാഹി തങ്ങൾ ഉത്തരം കൊടുക്കുകയും ചെയ്യുമ്പോ നിർവചന പ്രകാരം ഈസാ നബി ചെയ്യുന്നത് ശിർക്കാകണ്ടേ? ഇത് പ്രചരിപ്പിച്ച റസൂലുള്ള ശിർക്കിന്റെ പ്രചാരകരാകണ്ടേ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഫീഹി ഇല്ലത്താനി പറഞ്ഞു പെട്ടുപോയത് അല്ലേ? എന്തേ അതൊക്കെ ചിന്തിക്കാതെ പോയത്? എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? ഞങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നടക്കുന്നത്. അപ്പോഴേക്ക് മടവൂരികള് അവര് പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല, കേസറ്റ് ഇറങ്ങിപ്പോയില്ലേ, കേസ് ഇനി പിൻവലിക്കാൻ കഴിയൂലല്ലോ, തെറ്റാണെന്ന് സമ്മതിക്കൂന്നല്ലാതെ വേറെ നിർവാഹമല്ല. എന്താണ് ഇതിനെപ്പറ്റി പറയാനൊരു മടി? നിങ്ങളുടെ നിർവചനം നിങ്ങൾ സ്വന്തം കെട്ടിണ്ടാക്കിയതാണ്. ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റൂല, ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റൂല. ഈ ഒരു നിർവചനം മുജാഹിദ് സെന്ററിൽ നിന്ന് രൂപം കൊണ്ട പൊട്ടൻ നിർവചനമാണ്. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശരിക്കും മനസ്സിലാക്കുക. മദ്യം ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാം, ഒരു അഭിപ്രായ വ്യത്യാസവും ആ വിഷയത്തിലില്ല. പക്ഷേ ഒരാൾ ഒരു സന്ദർഭത്തിൽ മധുരമുള്ള എല്ലാ പാനീയവും മദ്യമാണ് എന്ന് പറഞ്ഞ് മദ്യത്തിനൊരു പുതിയ നിർവചനമുണ്ടാക്കി. ഇത് മനസ്സിലാക്കിയ ഒരു കുട്ടി അയാൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ബേക്കറിയിൽ നിന്ന് അല്ലെങ്കിൽ കൂൾബാറിൽ നിന്ന് തൻ്റെ പിതാവ് ഒരു വെള്ളം കുടിക്കുന്നു അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്നു. ഉടനെ തന്നെ പിതാവിൻ്റെ പുറത്ത് തട്ടിയിട്ട് ഇവൻ പറയുന്നു, നിങ്ങൾ മദ്യം കുടിക്കുകയാണല്ലേ, നിങ്ങൾ ചെയ്തത് ഹറാമാണല്ലേ. ഇവിടെ ആർക്കാ പറ്റിയ അബദ്ധം? ബാപ്പ കുടിച്ചതാണോ തെറ്റ്? ബാപ്പ കുടിച്ചതാണോ തെറ്റ്? അല്ല. പിന്നെയോ ഈ കുട്ടി മദ്യത്തിന് മനസ്സിലാക്കിയ നിർവചനത്തിൽ കുട്ടിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. കാരണം മദ്യം എന്ന് പറഞ്ഞാൽ മധുരമുള്ള പാനീയം എന്നല്ല അതിന്റെ നിർവചനം. അതെല്ലാവർക്കും അറിയുന്ന വിഷയം. പക്ഷേ ഈ ഒരു പുതിയ നിർവചനം ഒരാൾ പറഞ്ഞു കൊടുത്തു, കുട്ടി അബദ്ധവശാൽ അത് മനസ്സിലാക്കി. ആ നിർവചനം വെച്ചിട്ടാണ് ചായ കുടിക്കുന്നവരെയും ജ്യൂസ് കഴിക്കുന്നവരെയും ഒക്കെ പിന്നെ മദ്യപിക്കുന്നവരാണ് എന്ന് ഈ കുട്ടി പറയേണ്ടി വന്നത്. ഇതുപോലെ മുജാഹിദുകൾ ലോകത്താരും പറയാത്ത ഒരു പുതിയ നിർവചനം പ്രാർത്ഥനയ്ക്ക് കെട്ടിയുണ്ടാക്കി. ആ നിർവചനം വെച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു, ശിർക്കിന്റെ പട്ടികയിലേക്ക് തള്ളുന്നു. മോനെ ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബാലേട്ടൻ മുസ്ലിം ആകുമല്ലേ? നിങ്ങൾ പറയും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കാണും. ഞാനൊരു ഒരു ചോദ്യത്തിന്റെ കാര്യം വിവരിക്കാൻ വേണ്ടി മദീനത്ത് പോകുന്ന ആളുകളെ ചോദിച്ചപ്പോ ഇവിടെ സംവാദം നടക്കുന്നത് മദീനത്ത് പോയി. എന്നിട്ട് ഞാനതിന് വേണ്ടി തിരിച്ചു ചോദിച്ചപ്പോൾ റഫീഖ് ഹസനീന്റെ അടുത്ത് വന്ന് സംവാദത്തിന് ഇവിടെ നിന്ന് അത് ചോദിച്ചപ്പോ എങ്ങോട്ട് കൊണ്ടുപോയി? കള്ളിൽ കൊണ്ടുപോയി, ക്ലിപ്പിൽ കൊണ്ടുപോയി, ഹില്ലത്തിൽ കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾക്ക് എന്തും കാണിച്ച് ഇവിടെ നിന്ന് തടിയപ്പി പോരാമെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഏതായാലും അവിടെ പറയണ ഇന്ത്യൻ രാജ്യത്തിനെ പറ്റിയല്ലല്ലോ, ഇസ്ലാമിക രാജ്യം. അപ്പേ ഞാൻ ചോദിച്ചു പ്രത്യേകമായി, താങ്കൾ ആ ഹദീസ് വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ ചെന്ന് യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ വെളിച്ചത്തിൽ ലഉജീബൻ ലഹു, തീർച്ചയായും മറുപടി കിട്ടുമെന്ന് താങ്കൾക്ക് മറുപടി ലഭിക്കുമോ? അല്ലെങ്കിൽ കേരളത്തിലെ ജനത അത് അവിടെ പോയി പ്രവർത്തിച്ചാൽ അവർക്ക് ലഭിക്കുമോ ആ ഹദീസിന്റെ വെളിച്ചത്തിൽ? അതോ ആ പ്രത്യേകമായി ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് മാത്രം കിട്ടുന്ന പദവിയാണോ അത് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് പറയാതെ ഇല്ലത്തിലും ഹള്ളിലും ക്ലിപ്പിലും അവിടെയല്ല പോകേണ്ടത്. നിങ്ങൾ അതിന് മറുപടി പറയാം.